ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് മോഡ്യൂളിലുള്ള BCG മെട്രിക്സ് ആണ്. എന്താണ് BCG മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്? നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വളർച്ച എങ്ങനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ടൂളാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഗ്രോത്തും മാർക്കറ്റ് ഷെയറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൂളാണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ എക്സ് ആക്സിസിൽ വരുന്നതാണ് മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് എത്ര ശതമാനം മാർക്കറ്റിൽ ഉണ്ട്, അതാണ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വൈ ആക്സിസിൽ വരുന്നതാണ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത് എത്ര ഉണ്ട് എന്നറിയാനുള്ളതാണ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഇവിടെയാണ് ഹൈ വരുന്നത്, ഇവിടെ ലോയും, ഇവിടെയാണ് ഹൈ വരുന്നത്, ഇവിടെ ലോയും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റാർ. എന്താണ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റാറിൽ വരുന്നത് ഈ പ്രൊഡക്റ്റിന് ഹൈ ഗ്രോത്തും ഉണ്ടാവും, ഹൈ ഷെയറും ഉണ്ടാവും എന്ന് പറയുന്നത്. ഗ്രോത്തും കൂടുതലായിരിക്കും, ഷെയറും കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഗ്രോത്തും കൂടുതലായിരിക്കും, ഷെയറും കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റാർ പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഹൈ ഗ്രോത്തും ഉണ്ട്, ഹൈ ഷെയറും ഉണ്ട്. അതായത് ഡൊമെയിനായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ എന്ന് പറയുന്നത്. നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗ്രോത്ത് അനുസരിച്ച് മാർക്കറ്റ് ഷെയർ കൂടാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് ക്യാഷ് കൗസ്. എന്താണ് ക്യാഷ് കൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോ ഗ്രോത്ത് ഹൈ ഷെയർ. ഇവിടെ ഗ്രോത്ത് എന്താണ്? കുറവാണ്. മാർക്കറ്റ് ഗ്രോത്ത് കുറവാണ്, പക്ഷെ ഷെയർ എന്താണ്? കൂടുതലാണ്. അതിൻ്റെ മീനിങ് എന്താണ്? റവന്യൂ കൊണ്ടുവരുന്നത് ഈ പ്രൊഡക്ട്സ് ആണ്. നമ്മളുടെ കമ്പനിക്ക് റവന്യൂ ഈ പ്രൊഡക്ട്സ് നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞ പ്രൊഡക്ട്സ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് റവന്യൂ തരുന്നുണ്ട്, ബിസിനസ്സിന് റവന്യൂ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സോ സ്ട്രാറ്റജീസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ബോട്ടിൽഡ് വാട്ടറിനെ പറ്റിയിട്ടാണ്. അടുത്തത് വരുന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈ ഗ്രോത്തും ലോ ഷെയറുമാണ്. എന്താണ്? ഹൈ ഗ്രോത്തും ലോ ഷെയറുമാണ് ഇവിടെ വരുന്നത്, ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്നത്. ഇവിടെ നമ്മൾ വേരിയസ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് മാർക്കറ്റ് ഗ്രോത്ത് അനുസരിച്ച് മാർക്കറ്റ് ഷെയർ നമുക്ക് കൂട്ടാൻ സാധിക്കും. ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ഉണ്ട്, പ്രൊഡക്റ്റിന് ഗ്രോത്ത് ഉണ്ട്, പക്ഷേ പ്രൊഡക്റ്റിന് റിലേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI സ്റ്റാർട്ടപ്പ്. അടുത്തത് വരുന്നതാണ് ഡോക്സ്. എന്താണ് ഡോക്സ് എന്ന് പറഞ്ഞാൽ? ഹൈ ഗ്രോത്ത് ലോ ഷെയർ. ഹൈ ഗ്രോത്ത് അല്ല, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്. ലോ ഗ്രോത്തും ലോ ഷെയറുമാണ് എന്തിൽ വരുന്നത്? ഡോക്സിൽ വരുന്നത്. നമ്മുടെ ഗ്രോത്തും ലോ ആയിരിക്കും, ഷെയറും ലോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. ഒരു ബ്രേക്ക് ഈവൻ ലെവലായിരിക്കും ഈ പ്രൊഡക്ട്സ് ഉണ്ടാവുക. ഈ പ്രൊഡക്ട്സ് നമ്മൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കണതാവും കമ്പനിയുടെ ഗ്രോത്തിനും കമ്പനിക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ലോ ഗ്രോത്തും ആയിരിക്കും, ലോ ഷെയറും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഗ്രോത്തും ലോ ആയിരിക്കും, ഷെയറും ലോ ആയിരിക്കും എവിടെ? ഡോക്സ് എന്നുള്ള ഇതിൽ വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് പേഗേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? സ്റ്റാർ, ക്യാഷ് കൗസ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രോത്തും ഹൈ ഷെയറും ആയിരിക്കും. ക്യാഷ് കൗസ് എന്ന് പറഞ്ഞാൽ ലോ ഗ്രോത്തും ഹൈ ഷെയറും ആയിരിക്കും. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രോത്തും ലോ ഷെയറും ആയിരിക്കും. ഡോക്സ് എന്ന് പറഞ്ഞാൽ ലോ ഗ്രോത്തും ലോ ഷെയറും ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ BCG മെട്രിക്സ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രൊഡക്റ്റിന് റിലേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ഷെയർ എത്രയുണ്ട്, നമ്മളുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ഗ്രോത്ത് എത്രയുണ്ട്, നമ്മളിനി അത് ഇൻവെസ്റ്റ് ചെയ്യണോ, നമ്മൾ വേരിയസ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ BCG മെട്രിക്സ് എന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്.